പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം കൂടി കർത്താവിന്റെ കൂടെ ആയിരിക്കുവാൻ നമ്മെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മളിപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊടുക്കുന്ന ഈ ചാനല് എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതനേക മക്കൾക്ക് പകർന്നു കൊടുക്കുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സൈന്യത്തെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പ്രാർത്ഥന അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കിടയാകട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളും നിയോഗങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മേഖലയാണോ അതിശക്തമായിട്ടുള്ളത് ആ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ച് എടുത്തു വെച്ച് അത് പലവട്ടം നിങ്ങൾ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് നിരന്തരമായ പോരാട്ടത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിടുവിച്ചെടുക്കും. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം നമ്മുടെ മക്കളെ പോലെ വേദനിക്കുന്ന അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും അച്ഛൻ പറയാണ്, ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥന അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഈ സുവിശേഷ വേല, മക്കൾക്ക് വേണ്ടിയുള്ള ഈ സുവിശേഷ വേലയിൽ നമ്മൾ പങ്കുകാരാക്കുക. അത് നമുക്കും അനേക മക്കൾക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അതെല്ലാം നിർവീര്യമായി പോകട്ടെ. ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച് വലിയ ശക്തിയിലും സംരക്ഷണത്തിലും വിടുതലും വിമോചനം നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും എല്ലാ മാലാഖമാരുടെയും സാന്നിധ്യം, വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ യോസേപ്പിതാവിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗത്തിന്റെ പൗരത്വമുള്ള ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെ ആണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ, അങ്ങയുടെ മക്കളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും പൈശാചിക പീഡയിൽ നിന്നും എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിച്ചുമാറ്റി വിടുവിച്ചുകൊണ്ട് വലിയ വിമോചനത്തിലേക്ക് നമ്മയും നമ്മുടെ മക്കളെയും ആനയിച്ചുകൊണ്ട് അതിശക്തമായി നമ്മൾ ഈ പ്രാർത്ഥനയിൽ മുന്നേറുകയാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ ഇത് നിസാരമല്ല, തിന്മയ്ക്കെതിരെ പോരാട്ടമാണ്. അതിൽ ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ മക്കളെയും നിങ്ങളുടെ പ്രാർത്ഥന ആർക്കൊക്കെ വേണ്ടിയാണോ ആ മക്കളെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയ വിഷയം, നമ്മുടെ മക്കളെ, ഒത്തിരിയേറെ മക്കളെ അതിശക്തമായി ഇന്ന് കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന കോപത്തിന്റെ ഒരു അരൂപിയാണ് കലി. നമ്മളിടയ്ക്ക് പറയില്ലേ, എന്റെ അച്ഛ ചിലപ്പോഴൊക്കെ കലിയേറിയ പോലെയാ. അതങ്ങോട്ട് കയറിക്കഴിഞ്ഞപ്പോ ഒച്ചപ്പാട്, തള്ളിപ്പൊളി, തെറിവിളി, ഭയങ്കര പ്രശ്ന.
കുറച്ച് കഴിയുമ്പോ ആ കലി ഇറങ്ങിപ്പോയി. കൊച്ച് ശാന്തമാകുന്നു, സങ്കടത്തോടു കൂടി ഇരിക്കുന്നു, ചിലര് കരയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കലി കയറിയ പോലെ ഇത് വലിയ മേഖലയാണ്. കോപത്തിന്റെ അരൂപി ഈ അതിശക്തമായിട്ട് നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തി. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഭയങ്കര ദേഷ്യം. ഈ ദേഷ്യം കയറിയാലോ പ്രതികാര ചിന്ത, ഭയങ്കര വെറുപ്പ്, നശീകരണ പ്രവൃത്തികള്, ദുഷ്ടത, ക്രൂരത, പൈശാചികത നിറയപ്പെട്ട ഒരു സ്വഭാവത്തിലേക്ക് വരൂ. ഒരു കരുണയില്ലാത്ത രീതിയിലും സ്നേഹമില്ല. അപ്പ കരഞ്ഞാലും കുഴപ്പമില്ല, അമ്മ കരഞ്ഞാലും കുഴപ്പമില്ല, കുടുംബത്തിൽ എന്തൊക്കെ നശിച്ചാലും കുഴപ്പമില്ല, സ്വന്തം പഠനം തന്നെ മുടങ്ങിപ്പോയാലും കുഴപ്പമില്ല. വാശി പിടിച്ച് കോപിച്ച് ഒച്ചപ്പാടും ബഹളം വയ്ക്കുന്ന മക്കൾ. ഈ കോപത്തിന്റെ മേഖല നമ്മുടെ മക്കളെ ഇന്ന് ഒത്തിരിയേറെ കീഴ്പ്പെടുത്തി നശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കടന്നു വരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, സിനിമകള്, അതോടൊപ്പം തന്നെ ഈ വയലന്റ് ആയിട്ടുള്ള ഗെയിമുകള്, അതോടൊപ്പം തന്നെ പല പല റീലുകള്, എന്നാലും പ്രതികാര ചിന്ത, പ്രതികരിക്കുന്ന ദേഷ്യം, ഒച്ചപ്പാട്, ഒത്തിരിയേറെ ക്രൂരമായ പ്രവൃത്തികള്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സിനിമകളും മറ്റു കാര്യങ്ങളും അടിമപ്പെട്ടുമ്പോ അതിൽ നിന്ന് ചില അരൂപികൾ ചിലപ്പോഴും വരാറില്ലേ? എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്തുമായിട്ട് സഹവസിക്കുന്നു, ആരുമായിട്ട് സഹവസിക്കുന്നു, അവരിലൂടെ, ആ കാണുന്ന പ്രവൃത്തിയിലൂടെ, ആ വസ്തുക്കളിലൂടെ, ഗെയിമുകളിലൂടെ, സിനിമകളിലൂടെ, അതിൽ കാണുന്ന പ്രവൃത്തികളിലൂടെ ഈ ഒരു അരൂപി നമ്മുടെ മക്കൾ കീറും. ഈ പിശാച് കീറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളുടെ സ്വഭാവം തന്നെ കംപ്ലീറ്റ് മാറുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു തിരുവചനത്തിന്റെ മേഖല 1 സാമുവേലിന്റെ പുസ്തകത്തില് 16-ാം അധ്യായം മുതല് 18 അധ്യായങ്ങളിൽ ഇടയ്ക്കൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. സാവൂള് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്, അവനിൽ ഒരു ദുരാത്മാവ് കയറുക. ഈ ദുരാത്മാവ് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനാകപ്പാട് ഒച്ചപ്പാട്, ബഹളം, ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവൻ കുന്തം കൊണ്ട് ദാവീദിനെ ആ ഭിത്തിയെ തറച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ആത്മാവ് ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഈ സാവൂള് ശാന്തനാവും, സ്വസ്ഥനാവും. ഇങ്ങനൊരു അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ 1 സാമുവേൽ 18-ാം അധ്യായത്തിന്റെ 10-ാം വചനം വായിക്കുന്നുണ്ട്. ഈ ആത്മാവ് കേറിയിട്ട് ഈ സാവൂള് രാജകൊട്ടാരത്തില് ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് നടന്നു എന്ന് പറയാം. ഇന്ന് പല മക്കൾ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് ഒച്ചപ്പാട്, ബഹളം, അത് ഇത് എന്താ വിളിച്ചു പറയുന്നത്? പുലമ്പിക്കൊണ്ട് നടക്കുന്ന മക്കൾ ഈ അരൂപി കയറിയിട്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കോപത്തിന്റെ ശക്തി, കലിയുടെ ശക്തി നമ്മുടെ മക്കളെ ഇന്ന് പല പല ക്രൂരതയിലേക്കും പൈശാചിക സ്വഭാവത്തിലേക്കും നയിച്ച് അനേക മക്കളെ, കുടുംബങ്ങളെ, ജീവിതങ്ങളെ സ്വയം നശിപ്പിച്ച് തകർത്ത് കളഞ്ഞ വലിയൊരു മേഖല ഇന്ന് അനേക മക്കള് ഈ ദിവസങ്ങളില് പറഞ്ഞൊരു കാര്യമാണ്. ഭയങ്കര ദേഷ്യം വെച്ച കൊച്ചിന്, ഭയങ്കര ഒച്ചപ്പാട്. കൊച്ചു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, ഇതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. കലി കയറി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കലി കയറിയ ചില പിള്ളേര് ചിലപ്പോ എല്ലും കോലുമായിട്ട് ഇങ്ങനെ ഈ നിരന്തുപരെന്നൊക്കെ പറയില്ലേ, ഇതുപോലെ കൊച്ചായിരിക്കും. പക്ഷെ കലി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ 3-4 പേര് പിടിച്ചാ കിട്ടില്ല. അതുപോലെ ഒച്ചപ്പാട്, ഭയങ്കര ബലം. ആ സമയത്ത് അപ്പനമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇടിച്ചാണ്ടിലച്ച കൂടം കൊണ്ടിടിക്കണ പോലെയാ. ഏത് ശക്തിയും തകർത്തെറിയും. നമ്മള് ലഘുവൻ ബാധിച്ച ഒരു യുവാവിനെ കുറിച്ച് നമുക്കറിയാം. അവനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ചങ്ങലകൾ കൊണ്ട് അവനെ ബന്ധിച്ചാൽ അവനത് വലിച്ചു പൊട്ടിക്കും. കാൽവിലങ്ങുകൾ കൊണ്ട് ബന്ധിച്ചാൽ അവനത് വലിച്ചു പൊട്ടിക്കും. ആർക്കും നിയന്ത്രിക്കാനോ കെട്ടിപ്പൊട്ടി ബന്ധിച്ചിടാനോ പറ്റാത്ത വിധത്തിൽ ഈ ആത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന മേഖല. അവർക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. എന്തെല്ലാം നശിച്ചാലും, എന്തെല്ലാം തകർന്നാലും, ജീവിതം തന്നെ ഇല്ലാണ്ടായാലും, ഇനി അതിനിടയിൽ ഒരാളെ കൊന്നാലും. നമ്മൾ കണ്ടില്ല ഈ ദിവസങ്ങൾ കേരളത്തില് ദേഷ്യം വന്നിട്ട് കലി കയറിട്ട് കൊന്നുകളയുന്ന മക്കള്. സ്വന്തം അപ്പനെ, അമ്മേനെ, സഹോദരങ്ങളെ, സ്നേഹിച്ച പെണ്ണിനെ, അങ്ങനെ അല്ലെങ്കിൽ സ്നേഹിച്ച ചെറുക്കനെ, ഈ മേഖലയില് ഈ കോപത്തിന് ആത്മാവ് കയറിട്ട് കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ആത്മാവ്. ഒരു കാര്യം ഓർക്കണം മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്ത പ്രവൃത്തികൾ ഏത് ആത്മാവ് ചെയ്താലും അത് പിശാച. അച്ഛൻ എപ്പോഴും പറയും, നമ്മൾ ദൈവത്തിന്റെ മക്കൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അത് എവിടെ നിന്ന് അറിയാൻ പറ്റും? ഫലങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും. ഈശോ പറഞ്ഞില്ലേ, വൃക്ഷത്തെ എങ്ങനെ അറിയുന്നത്? ഫലങ്ങളിൽ നിന്ന്. ഇവന്റെ ഫലം എന്താ? ഇവന്റെ സ്വഭാവം എന്താ? ഇവന്റെ പ്രതികരണം എന്താ? ശുദ്ധാത്മാവാണെങ്കിൽ സ്നേഹം,
ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, സൗമ്യത, ആത്മസംയമനം, സമാധാനം, ഇതൊക്കെയാ. അതല്ലെങ്കിലോ കോപം, വെറുപ്പ്, വാശി, ഒച്ചപ്പാട്, ബഹളം, തെറിവിളി, തല്ലിപ്പൊളി. അത് ഈ 2 ആത്മാക്കളുണ്ട്. അപ്പൊ നമ്മുടെ മക്കളിൽ ഇന്ന് കയറിപ്പറ്റിയിരിക്കുന്ന ഈ കോപത്തിന്റെ, ഈ കലിയുടെ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്വഭാവങ്ങളുടെ പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മക്കളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ അറിയില്ലേ, പരിശുദ്ധാത്മാവല്ലാത്ത മറ്റു ഒരു ആത്മാവും നമ്മുടെ മക്കളെയോ നമ്മളെയോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ ഒരു കാര്യത്തും, നമ്മുടെ ജോലി, ബിസിനസ്, പഠനം, പൗരോഹിത്യം, ശുശ്രൂഷ, ദാമ്പത്യ ജീവിതം, ബന്ധങ്ങൾ പരിശുദ്ധാത്മാവല്ലാത്ത ഒരു ആത്മാവ് നയിക്കാൻ പാടില്ല. ഈ ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് ഈ ആത്മാക്കളെ മനസ്സിലാക്കി ബഹിഷ്കരിക്കേണ്ടത് ബഹിഷ്കരിച്ച് യാക്കോബ് 4:7 പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിക്കൊള്ളും. ഓടിപ്പോണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം, അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും. ഒരു വലിയ അഭിഷേകത്തിൽ നമ്മുടെ മക്കളെ സമർപ്പിക്കുക. നിങ്ങളുടെ മക്കളെ ശരിക്കും പരിശോധിച്ച് നിങ്ങളുടെ മക്കളെ നയിക്കുന്ന ആത്മാക്കൾ ഏതാണ്? ഈ കോപത്തിന്റെ മേഖലയിൽ അതിന്റെ സ്വഭാവത്തിന്റെ കാര്യം അച്ഛൻ പറഞ്ഞു. ഏത് മേഖലയാണ്? ഈ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ, അപ്പന്റെ അധികാരത്തിൽ, അമ്മയുടെ അധികാരത്തിൽ, യേശു നാമത്തിന്റെ ശക്തിയില്, കുരിശുമാനത്തിന്റെ ശക്തിയില്, അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ രക്തം ചിന്തി സാത്താന്റെ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞ അവിടുത്തെ അതിസ്വാഭാവികമായ ശക്തിയിൽ ഈ ആത്മാക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ മക്കളെ വിടുവിച്ചെടുത്ത് വിമോചിപ്പിച്ചെടുത്ത് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എടുക്കാൻ നമുക്ക് സാധിക്കണം. മക്കളെ, അത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. മറ്റെല്ലാ രൂപികളും കയറി വറ്റാൻ 100 വഴികളുണ്ട്. സിനിമയും മീഡിയയും മൊബൈലും ഗെയിമുകളും മറ്റു ബന്ധങ്ങളും പല പല കാര്യങ്ങൾ. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ മക്കളിലേക്ക് കയറ്റാൻ ഒന്ന് കൂദാശകൾ, പ്രാർത്ഥന, നമ്മുടെ ഈ വിമോചന പ്രാർത്ഥന, അതോടൊപ്പം തന്നെ ഈ മക്കൾ അഭിഷേകം ചെയ്യപ്പെടാൻ വേണ്ടി കൂടി പ്രാർത്ഥിച്ച് ഈ ഒരു വലിയൊരു ആത്മ നിറവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആരാധനയില് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു മേഖല ശരിക്കും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ. ഇത് തുടരണം കേട്ടോ. ഈ പ്രാർത്ഥനകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിക്കണം. കോപത്തിന്റെ ആത്മാവേ, കലിയുടെ ആത്മാവേ, നശീകരണത്തിന്റെ ആത്മാവേ, വെറുപ്പിന്റെ ആത്മാവേ, പ്രതികാരത്തിന്റെ ആത്മാവേ, ക്രൂരതയുടെ ആത്മാവേ, യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിനെ വിട്ടുപോ, ഞങ്ങളുടെ മക്കളെ വിട്ടുപോ എന്ന് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. പിന്നെ അമ്മയൊക്കെ പ്രത്യേകം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. സംസാരിച്ച് ഉദാശകൾ സ്വീകരിച്ച് സ്വർഗത്തെ കൊണ്ടു നിർത്തി അതിസ്വാഭാവികമായ കൃപയിൽ യേശുനാമത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിച്ച് ഈ വലിയ വിമോചനം നമ്മുടെ മക്കൾക്ക് വേണ്ടി നേടിയെടുക്കാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയിലൂടെ ഈ അരൂപികളെ ബന്ധിച്ച് ഏതു വഴിക്കാണോ വന്ന മന്ത്രവാദം, കൂടോത്രം എന്തുമാട്ടെ അതിലേക്ക് നിർവീര്യമാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അച്ഛൻ ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ ശുശ്രൂഷ നിങ്ങൾ 1-2 പേർക്ക് എല്ലാ ദിവസവും പങ്കുവച്ചു കൊടുക്കണം. അവരോട് പറയണം, ഇതൊരു വലിയൊരു ശുശ്രൂഷയാണ്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അനേകരെ കൂട്ടിച്ചേർക്കണം. കൂട്ടിച്ചേർക്കപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അങ്ങനെ നമ്മുടെ ഈ ചാനലും ഈ ശുശ്രൂഷയും കാലഘട്ടത്തിൽ തിന്മയ്ക്കെതിരെ പോരാടുന്ന ശക്തമായ ഒരു ശുശ്രൂഷയായിട്ട് നിൽക്കണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, സ്വർഗത്തിന്റെ ഒരു ഇഷ്ടമാണ്, തീരുമാനമാണ്. ഇനി നമ്മൾ അതിൽ പങ്കുചേരുക. അതിനായി ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങൾക്ക് നൽകുന്ന വിടുതലിനെയോർത്ത്, സ്വാതന്ത്ര്യത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഇന്ന് കോപത്തിന്റെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കുരിശുമാനത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. കുരിശിൽ അങ്ങയെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോഴും ഒരിക്കൽ പോലും അങ്ങ് കോപിക്കാതെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ക്ഷമിച്ച് സ്നേഹിച്ചു. ഇതുപോലെ സഹിക്കാൻ വേറെ ഒന്നുമില്ല. അതുപോലെ ഒറ്റപ്പെടുത്തി അന്യായമായി പീഡിപ്പിച്ചു, കുരിശിൽ തറച്ചു, പരിഹസിച്ചു, എല്ലാം ചെയ്തപ്പോഴും അങ്ങ് കോപത്തിന്റെ ആത്മാവിന് ഇടം കൊടുത്തില്ല. അങ്ങ് കോപിച്ചിരുന്നെങ്കിൽ കോപത്തിന്റെ ആത്മാവ് അങ്ങയെ കീഴ്പ്പെടുത്തിയേനെ.
കർത്താവെ, ഒരു പൈശാചിക ശക്തികൾക്കും അധികാരമോ അവകാശമോ കൊടുക്കാതെ അങ്ങ് ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് ഈ പിശാചിനെ പരാജയപ്പെടുത്തിയല്ലോ. കർത്താവെ, ഇട വലിയ കരുണയിൽ ഞങ്ങൾ ഇന്ന് പങ്കുചേർന്ന് കൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ വലിയ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലുള്ള, ഞങ്ങളിലുള്ള, കുടുംബത്തിലുള്ള കോപത്തിന്റെ, കലിയുടെ എല്ലാ ആത്മാക്കളെയും കുരിശുമാരുടെ ശക്തിയാൽ, അങ്ങയുടെ ക്ഷമയുടെ ശക്തിയാൽ, കുരിശിൽ കിടന്ന് അങ്ങ് ക്ഷമിച്ച ആ ക്ഷമയുടെ ശക്തിയാൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും വലിയ വിടുതലും വിമോചനവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിൽ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അങ്ങയുടെ പാദത്തങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കുരിശിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും നെറ്റിയില് വിശുദ്ധ കുരിശിനാല് മുദ്ര വയ്ക്കും. വിമോചന പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മക്കളെയും കുടുംബത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന് നമ്മയും നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. ഈ വിമോചന പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി വിമോചന പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും കോപത്തിന്റെ കലിയുടെ എല്ലാ ആത്മാക്കളോടും ക്രൂരതയുടെയും എല്ലാ പൈശാചികതയുടെയും സകല ദുരാത്മാക്കളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെയും ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും അങ്ങയുടെ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു.
സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ വികാരങ്ങളെയോ ചിന്താഗതികളെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും, ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും വികാരങ്ങളിൽ കോപവും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും വികാരങ്ങളെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഈ മക്കളെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവർ കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവസിച്ച് ഈ മക്കളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി, കോപത്തിന്റെയും കലിയുടെയും എല്ലാ ക്രൂരതയുടെയും പൈശാചികതയിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിമോചനത്തെ ഓർത്ത്, വലിയ വിടുതലിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കുരിശിലെ അങ്ങയുടെ ക്ഷമയുടെ ശക്തി കർത്താവേ, കോപത്തിന്റെ കലിയുടെ ആത്മാവിനെ നിർവീര്യമാക്കി കുരിശിൻ ചുവട്ടിൽ തകർത്തുകൊണ്ട് അങ്ങ് ഞങ്ങൾക്കായി നേടിത്തന്ന ആ വലിയ രക്ഷയുടെ ശക്തിയാൽ കോപത്തിന്റെ ഈ കലിയുടെ ആത്മാക്കൾ ഞങ്ങളുടെ മക്കളെ വിട്ടുപോകട്ടെ, ഞങ്ങളുടെ കുടുംബത്തെ വിട്ടുപോകട്ടെ, ഞങ്ങളുടെ വിട്ടുപോകട്ടെ. എന്നേക്കുമായി പരിശുദ്ധാത്മാവിനാൽ നിറച്ച് എന്നും എപ്പോഴും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയുടെ സംരക്ഷണത്തിനായി മക്കളെ സമർപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളുടെ പരീക്ഷാ ഫലത്തിനുള്ള കാത്തിരിപ്പ്, ഇന്റർവ്യൂ, ജോലി, സകലമാന മേഖലകൾക്ക് വേണ്ടി കൂടി ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, കൃപയാൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നിറച്ച്, ക്ഷമയുടെ ശക്തിയാൽ നിറച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും വിടുവിച്ച് വലിയ അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ വലിയ അഭിഷേകത്താൽ നിറച്ച് പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാറ്റണമേ. ആമേൻ.